അമ്മച്ചി എന്ത് ചെയ്യുന്ന ഈ പറയുന്നത്? എനിക്ക് വലുത് നീ തന്നെയാ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ജയിലിൽ പോകേണ്ടി വന്നാ ഞാൻ അതിനും തയ്യാറാ. വേണ്ടി വന്നാ അവളുടെ തല ഞാൻ അടിച്ചു പൊളിക്കും. എനിക്ക് മോളെ അമ്മച്ചി അവിടെ പോയി. അറിയത്തില്ല പപ്പ. അയ്യോ അമ്മച്ചിക്ക് എന്താ അപകടം പറ്റി? ഒന്ന് നോക്ക് പപ്പ. നീ എന്താ ഇവിടെ കിടന്ന് കാണിക്കുന്നേ? ഒന്ന് പിടിച്ചു വെച്ചാ. അയ്യോ അമ്മച്ചി എപ്പോഴും ഇവിടെ വന്ന് കിടന്നത്? ഞാനല്ല ഇവിടെ വന്നത്. അമ്മച്ചി അല്ലേ? പിന്നെ ഈ കിടക്കുന്നത് ആരാ? നീ എന്നെ ഒന്ന് പിടിച്ചേ, ഒന്ന് സഹായിക്ക്. ഒന്ന് പിടിക്ക് ചായ. നീ എന്തിനാ ഇപ്പൊ ഈ മുറിയിൽ വന്നത്? വെറുതെ വന്നതാ. ഉറങ്ങിക്കിടന്ന നീ ഒരു കാരണമില്ലാതെ എഴുന്നേറ്റ് ഈ മുറിയിലേക്ക് വരുമോ? അമ്മച്ചി സ്വപ്നത്തിൽ എഴുന്നേറ്റ് വന്നാന്ന് എനിക്ക് തോന്നുന്നത്. ആണോ അമ്മച്ചി? അമ്മച്ചി സ്വപ്നം കണ്ടോ? ഓ സ്വപ്നായിരുന്നു. എന്ത് സ്വപ്നം അമ്മച്ചി കണ്ടത്? അത് പിന്നെ ഒന്നുമില്ല. ഇതൊരു രോഗമാ. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും. സ്വപ്നമൊന്നും കണ്ടില്ല. കണ്ടു. നീ സ്വപ്നം കണ്ടു. കണ്ടത് ഏഞ്ചലിനെയാണ്. ഏഞ്ചലിന്റെ പേര് പറഞ്ഞ നീ ഇവിടെ കിടന്ന് നിലവിളിച്ചത്. വിളിച്ചു, ഞാനും കേട്ടതാ. എന്തായിരുന്നു കണ്ട സ്വപ്നം? ഒന്ന് പറ, ഞങ്ങളൊന്ന് കേക്കട്ടെ. ഒന്നുമില്ല. അയ്യോ മോളെ, എന്റെ കാലൊന്ന് പിടിച്ച് നിവർത്തിക്കേ. അയ്യോ ഇവിടെ ഒന്ന് കട്ടിലെ തട്ടിന്ന് തോന്നുന്നു. നല്ല വേദന. മോളെ ഒന്ന് തടവി തടി. എനിക്കെങ്ങും വയ്യ. ഉറങ്ങാൻ സമ്മതിക്കാത്ത രാത്രി എഴുന്നേറ്റ് നടന്നോളണം. എടി മോളെ, നീ കാരണം ഞാൻ ഇതൊക്കെ ചെയ്തത്. അത് ഓർമ്മ വേണം. ഞാനോ? ഞാൻ പറഞ്ഞിട്ടാണ് അമ്മച്ചി പാതിരാത്രി എഴുന്നേറ്റ് നടക്കുന്നത്? പറഞ്ഞു. ദേ അമ്മച്ചി കള്ളം പറഞ്ഞാലുണ്ടല്ലോ. പപ്പ ഞാനൊന്നും പറഞ്ഞതല്ല. ഈ അമ്മച്ചി കള്ളം പറയുക. ഏഞ്ചല് തിരിച്ചു വന്നപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പോന്നു പറഞ്ഞ് ബഹളം വെച്ചത് നീയല്ലേ? ജയിലിൽ പോകേണ്ടി വന്നാലും ഏഞ്ചലിനെ ഒഴിവാക്കി തരാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? നട്ടക്കുരുക്കത്ത് പറയരുതേ. ഇത് ഞാൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? വേണ്ട, വിശ്വസിപ്പിക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. ഓ കൊള്ളാടി, സ്വപ്നത്തിൽ പോലും എന്റെ മോളെ ഉപദ്രവിക്കുന്നതായിട്ട് നീ കാണും അല്ലേ? പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്റെ മോള് തിരിച്ചു വന്നതായിട്ടാണല്ലോ നീ സ്വപ്നം കണ്ടത് അല്ലേ?
സന്തോഷായി. എന്റെ മാതാവ് തന്ന സൂചനയത്. എന്റെ ഏഞ്ചൽ മോള് തിരിച്ചു വരും. എന്റെ മാതാവേ, നീ തന്ന സൂചന ഒരു സത്യമായിരിക്കണേ. എത്രയും വേഗം എന്റെ മോളെ എനിക്ക് തിരിച്ചു തരണേ മാതാവേ. അവള് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ജന്മം അവിടുത്തെ അടിമയായിരിക്കും ഞാൻ. പുലർക്കാലത്താണ് നീ സ്വപ്നം കണ്ടത്. സത്യവും എന്റെ മോള് വരും, ഉറപ്പാ. എടി മോളെ, അമ്മച്ചി നീ ഒന്ന് മുറി കൊണ്ട കിടത്തടി. വൃത്തിയോടെ സ്വപ്നം കണ്ടിട്ട് ഇരിക്കുക. തനിച്ചങ്ങ് എഴുന്നേറ്റ് വന്നാ മതി. ഇതൊരു വല്ലാത്ത പണിയായി പോയി. അയ്യോ അയ്യോ, എന്റെ മാതാവേ. ചേട്ടാ 2 ദോശ. ഓംലെറ്റ് വേണോ? ചേട്ടാ ഒരു സിംഗിൾ താറാവ്. ഓക്കെ. എത്രയായി? 110. ഭക്ഷണം കഴിച്ചിട്ട് പോയാലോ? ആ, ഭക്ഷണം കഴിച്ചിട്ട് പോ. ശശി ചേട്ടാ, ചൂട് ദോശ എടുത്തോ. ആ ശരി. എങ്ങോട്ടാ ട്രിപ്പ്? കോഴിക്കോട്ടേക്ക്. ഓ, ചേട്ടാ വെള്ളം തീർന്നു. ആ ഇപ്പൊ കൊണ്ടുവരാം. 4 ദോശ. അവിടെ വെച്ചാ മതി. ചേട്ടാ 2 ദോശ കൂടെ തരണേ. ഇപ്പൊ കൊണ്ടുവരാം. കൃത്യസമയത്ത് റിങ്കിൽ കയറണം. മുതലാളി പറയുന്നപോലെ പഞ്ച്വാലിറ്റി അത് വേണം. പക്ഷേ ഞാൻ പോകാം ആദ്യം. എന്താ അങ്കളുടെ പേര്? പേരെന്താ? പേരില്ല. പേരില്ലേ? അതെന്താ? പേരില്ലാത്തതുകൊണ്ട്. ഒന്ന് പറയാ അങ്കിളെ പ്ലീസ്. കോമാളി, ജോക്കർ. എന്താ നല്ല പേരല്ലേ? ജോക്കർ.
എല്ലാവർക്കും ജോക്കറാ ഞാൻ. തൊഴിലിലും ജീവിതത്തിലും ആർക്കും വേണ്ടാത്ത ജോക്കർ. വന്നിരുന്നാ പോരാ, എന്താ വേണ്ടെന്ന് പറയണം. ഓംലറ്റ് വേണോ? വേണ്ട. കൊച്ചിനോ? വേണ്ട. ജോക്കർ അങ്കിളെ, ജോക്കർ അങ്കിളുടെ വീട് എവിടെയാ? ആകാശത്ത്. എന്താ വരുന്ന? ആ വരുന്നു. ഒന്ന് എഴുന്നേറ്റ് പോകാൻ. എത്രയായി? മൊത്തം 8 ദോശ, എണ്ണ 5 40. 40 രൂപ. 8 അല്ല, 6 ദോശ. അത് നിങ്ങളുടേത്. പിന്നെ ആ കൊച്ചിൻ്റെതോ? കഴിച്ചിട്ട് പോയോ? അതെ, ഞാൻ തനിച്ച. ആ കൊച്ചെന്റെ കൂടെ വന്നൊന്നുമല്ല. കാര്യം പറഞ്ഞിരുന്ന് തിന്നുന്നുണ്ടല്ലോ. എന്നിട്ട് എന്റെ കൂടെ വന്നതല്ലെന്നോ? കാശ് വെച്ചിട്ട് പോകാൻ നോക്ക്. വേഗം വാ, വേഗം വാ. എന്നാ 40 രൂപ. ആ ചേട്ടാ വാ, കേറ് ചേട്ടാ. ഇങ്ങ് വാ. എൽസേ, എൽസേ, ഒന്ന് എണീറ്റ്. എന്തായി ചായ? എടി, അപ്പച്ചന്റെ മുറിയിൽ ഒരു വിളി കേട്ട പോലെ. നമുക്കൊന്ന് നോക്കാം. നീ എണീറ്റേ. ഉറക്കത്തിൽ ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ്. എൽസേ, അത് അപ്പച്ചൻ എന്തോ പറ്റി? അപ്പച്ചൻ ഒന്നുമില്ല. ഈ ചായം കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നു. എന്തടി നീ എന്ത് ഈ പാതിരാത്രി കിടന്ന് വിളിച്ചു പോകുന്നത്? അപ്പച്ചന്റെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന് എണീറ്റേ. അവിടുന്ന് അങ്ങനെ പലതും കേൾക്കും. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒന്ന് എണീറ്റ് പോയി നോക്ക് ലൂക്കാച്ച. ഇങ്ങോട്ട് വന്നേ. എനിക്കെങ്ങും വയ്യ, നീ പോയി നോക്ക്. അപ്പച്ചൻ എന്തായി കാണിക്കുന്നത്? ഇപ്പൊ താഴെ വീഴിലായിരുന്നോ? അപ്പച്ചന് വെള്ളം വേണോ? ആ, ഞാൻ എടുത്തുതരാം. എന്താ ഒരു ശബ്ദം കേട്ടെ? വെള്ളം കുടിക്കാൻ നോക്കിയതാ. ഗ്ലാസ് താഴെ വീണ് തുടങ്ങി. ഞാൻ മാറിക്കളയാം. അപ്പച്ച, അപ്പച്ചന് വെള്ളം വേണേ വിളിച്ചാ പോരായിരുന്നു. പരവേശമായിപ്പോയി, നാവനങ്ങിയില്ല. ശ്വാസം മുട്ടുണ്ടോ അപ്പച്ച? ആശുപത്രിയിലെങ്ങാൻ പോണോ? വേണ്ട, എനിക്കൊരസുഖമില്ല. അതൊന്നും അല്ല, അപ്പച്ചൻ എന്തോ വയ്യാകിയുണ്ട്. ടെസ്റ്റ് നോക്കിയേ, വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോ. വേണ്ട മോളെ, ഞാൻ അവളുടെ സ്വപ്നം കണ്ടടാ. ആരെ? സാറാ മോളെ. കണ്ണടച്ച മനസ്സിലേക്ക് വരുന്നത് അവളുടെ മുഖമാണ്. അവൾ എന്റെ മുന്നിൽ നിന്ന് കരയുന്നത് പോലെ. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം കഴിഞ്ഞു പോയില്ലേ അപ്പച്ച?
എല്ലാം അങ്ങനെ മറക്കാൻ പറ്റും. എല്ലാം അങ്ങനെ മറക്കാൻ പറ്റൂടാ. മരിച്ചവരിനി തിരിച്ചു വരത്തില്ല അപ്പച്ച. അവളല്ലേ പോയുള്ളൂ. അവിടെ ഓർമ്മകൾക്കൊക്കെ മനസ്സിനുള്ളിൽ നല്ല ചൂടാ. എല്ലാം എന്റെ തെറ്റാ. ചോളമ്മ, എന്താ അപ്പച്ച? എനിക്ക് എന്നേലും ആ മോളെ ഒന്ന് കാണാൻ പറ്റൂടാ. സാറയുടെ മോളെ. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണം. അപ്പച്ച, അത് ഒരിക്കൽ നമ്മൾ പോയി ചോദിച്ചതല്ലേ അപ്പച്ച? ആട്ടി ഇറക്കിയാ വിട്ടത്. ഇനി ചെന്നാലും ഏഞ്ചലിനെ അവരൊന്ന് കാണിക്കത്ത് പോലുമില്ല. അതുറപ്പാ. അല്ലെ പിന്നെ നമ്മള് കേസിനും വഴക്കിനും ഒക്കെ പോണം. കേസും വഴക്കും ഒന്നും വേണ്ട. എന്നെ അവിടം വരെ ഒന്ന് എത്തിച്ച സോളമ ജോൺസന്റെ കാല് പിടിച്ചാണെങ്കിലും ഞാൻ മോളെ കണ്ടോളാം. അപ്പച്ചൻ വിഷമിക്കണ്ട. അപ്പച്ചൻ ആരുടെയും കാല് പിടിക്കുകയും വേണ്ട. ഞാൻ പോവാം. ഒന്നുകൂടി ജോൺസണുമായിട്ട് സംസാരിക്കാം. ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു മുത്തം കൊടുത്തിട്ട് വേണം എനിക്ക് എന്റെ മോളോട് ചെയ്ത തെറ്റ് തിരുത്താൻ. അത് കഴിഞ്ഞാൽ സമാധാനമായി മരിക്കാം. എല്ലാം കർത്താവ് നടത്തി തരും. അപ്പ ചെയ്തൊന്ന് കഴിച്ചാട്ടെ. കഴിക്കപ്പച്ച. കാണുന്നത് തന്നെ പ്രായച്ചിത്തം. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള പരിഹാരം. എന്റെ സാറയോട് എനിക്ക് പരിഹാരം പറയാൻ പറ്റിയില്ല. ഇതെങ്കിലും അത് വേണം മോനെ. ഇതിപ്പോ എപ്പോഴും ഇങ്ങനെ തന്നെയാ. സാറയുടെ കാര്യം പറഞ്ഞുള്ള കരച്ചില് മാപ്പിരക്കം പോലെയാ വർത്തമാനം. കുറ്റബോധം അപ്പച്ചന്റെ മനസ്സിൽ മാത്രമല്ല, എന്റെ മനസ്സിലുണ്ട്. പരിഹാരം ഒന്നേ ഉള്ളൂ. ഏഞ്ചലിനെ ഇവിടെ കൊണ്ടുവരണം. നമ്മൾ സംരക്ഷിക്കണം. പക്ഷെ ലൂക്കാച്ചനോ? അറിയാം. അപ്പച്ചന് വേണ്ടി എനിക്ക് അവനോട് പിണങ്ങേണ്ടി വരും. നീ പോയി കിടന്നു. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നോളാം. എന്നതാടി ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ? അടുത്ത് കിടക്കുന്നത് ഒരു കുഞ്ഞാണെന്നുള്ള ഓർമ്മ വേണം. ലൈറ്റ് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങടി, ശല്യപ്പെടുത്താതെ. നിങ്ങളൊരു മനുഷ്യനാണോ? സ്വന്തം അപ്പച്ചനല്ലേ? ഒന്ന് വയ്യാതെ കിടന്നപ്പോ ചെന്ന് നോക്കാൻ പോലും ഒന്ന് മനസ്സ് കാണിക്കാത്ത മകൻ. കള്ളു കുടിക്കാനുള്ള കാശ് പോലും ആ കിടക്കുന്ന അപ്പച്ചനാ ഉണ്ടാക്കിയത്. അത് മറക്കണ്ട. നേഴ്സ് മരുമോള് ചെയ്യുന്ന അത്രയും വരില്ല. സ്വന്തം മോള് ചെയ്താ പോലും ഗുളികയും മരുന്നും ഒക്കെ നീ എടുത്ത് വായിലേക്ക് ഇട്ട് കൊടുത്താലേ ഇറങ്ങൂ. പിന്നെ അത് അപ്പച്ചന്റെ വേറൊരു മോന അപ്പുറത്തിരിക്കുന്ന. മരിക്കാൻ നേരമെങ്കിലും ജന്മം നൽകിയ മനുഷ്യന്റെ അരികിലൊന്ന് ഇരിക്കാൻ കഴിഞ്ഞ അത് മാതാവിന്റെ പുണ്യോ. എന്നിട്ടും അങ്ങേർക്ക് കാണുന്നത് അവളുടെ മോളല്ലേ, ഏഞ്ചലിനെ. അതിനെന്താ കുഴപ്പം? അപ്പച്ചന്റെ അവസാന ആഗ്രഹം ആ കൊച്ചിനെ കാണണമെന്നാണെങ്കിൽ അതിലൊരു തെറ്റുമില്ല. പിന്നെ ഒടുക്കത്തൊരാഗ്രഹം. അല്ലാതെ ചത്താലെന്താ മോളിലോട്ട് എടുക്കത്തില്ലേ? അതൊക്കെ മനസ്സിലാവണമെങ്കിലേ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം കുറച്ചുണ്ടാവണം. ആവശ്യം പോലെ പണം.
അതിനനുസരിച്ച് കൂട്ടുകെട്ട് കള്ളുകുടി. സ്വബോധം ഉണ്ടെങ്കിലല്ലേ അതൊക്കെ മനസ്സിലാവും. ഇടി ലൈറ്റ് അടക്കടി, എന്നിട്ട് മര്യാദ കിടന്ന് ഉറങ്ങും. പാതിരാത്രി അവളൊരു സാരോപദേശം പറഞ്ഞു കേട്ടില്ലേ? എൽസ, എൽസ, ഉറങ്ങുന്നവരെല്ലാം ഉണർത്താൻ പറ്റൂ. ഉറക്കം നടിക്കുന്നവരെ അതിനാവില്ലല്ലോ. അതെ, ഉറങ്ങിയില്ല. ഉറക്കം നടിച്ചു കിടന്നത് തന്നെയാ. ഈ പാതിരാത്രിയിൽ വഴക്കിടാൻ എനിക്ക് സമയമില്ല, താല്പര്യമില്ല. ആ താല്പര്യം കൊണ്ട് തന്നെയാ ഞാൻ എഴുന്നേറ്റ് വരാതിരുന്നേ. ആരും അതിന് പരാതിയോ പരിഭവമൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ വിളിച്ചുണർത്തിയത്? നേരം വെളുത്താ ഇരുട്ടുന്നത് വരെ വീട് പണി ചെയ്ത് തളർന്നു കിടക്കുന്നതാ. ഓരോ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമ്പോഴെല്ലാമേ നിങ്ങളുടെ അപ്പച്ചന്റെ അടുത്തേക്ക് ഓടിയെത്താൻ എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്. നിന്നെ പോലൊരു മരുമോള് തന്നെയാ അപ്പച്ചന്റെ വിളി കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത്. പിന്നെ ജോലി ചെയ്ത് ക്ഷീണിച്ച കാര്യം, ഒരാശുപത്രിയിലെ നേഴ്സിംഗ് പണി കഴിഞ്ഞു വന്നാ അവള് കിടന്നുറങ്ങുന്നത്. പോരാത്തതിന് മോളുണ്ട്. അവളുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരാതെ നോക്കുന്ന ഒരു അമ്മ കൂടി ഏട്ടസാ, അറിയോ? ഉടനെ അതീ കയറി അങ്ങ് പിടിച്ചോണം. അവക്ക് കുഞ്ഞുണ്ടല്ലോ, അവളൊരു അമ്മയാണല്ലോ. അതില് തോറ്റുപോയവളല്ലേ ഞാൻ. ആ ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. തരം നോക്കി സമയാസമയം കുത്തി നോവിക്കുന്നുണ്ടല്ലോ. എഴുതാപ്പുറം വായിക്കില്ല എൽസ. വേണ്ട, മതി. ഇച്ചായനൊരു കുഞ്ഞിനെ തരാൻ പറ്റാത്തവളാ ഞാൻ, സമ്മതിച്ചു. നിന്റെ കുഴപ്പം കൊണ്ട് മാത്രമാണോ അത്? കുഴപ്പം ആരുടേതായാലും കുറ്റം മുഴുവൻ പെണ്ണിനാണല്ലോ. എല്ലാ പഴിയും ഞാൻ കേട്ടോളാം, പോരെ?